ഈ കഴിഞ്ഞ 3 മാസം എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്ട്സും അതിൻ്റെ റിവ്യൂസുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന പ്രോഡക്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു ഫീഡിംഗ് ബോട്ടിലാണ്. ഈ ഫീഡിംഗ് ബോട്ടിൽ എന്ന് പറയുമ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടാണ്. അതായത് ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് 150 ml ഒരു ഫീഡിംഗ് ബോട്ടിൽ, ഇത് 250 ml ആണ്. അപ്പോൾ ഇതിൽ നല്ല ആൻറ്റി സിലിക്കൺ ആയിട്ടുള്ള നിപ്പിളാണ് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് വായിൽ വെച്ചിട്ട് വളരെ നന്നായിട്ട് സക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് സ്റ്റെറിലൈസ് ചെയ്ത് യൂസ് ചെയ്യണമെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. അതായത് ഓരോ തവണ യൂസ് ചെയ്യുമ്പോഴും നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുകയോ ഒന്ന് മുക്കിയെടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. പിന്നെ ഈ എക്സ്ട്രാ ഒരു നിപ്പിളും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ സ്റ്റോറിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ഫീഡിംഗ് ബോട്ടിലിൻ്റെ ക്യാപ്പ് തുറന്നതിന് ശേഷം അതിൽ നിപ്പിൾ ഇൻസർട്ട് ചെയ്തിട്ട് അത് ഓരോന്ന് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. നിപ്പിൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് അതിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വീണ്ടും മാറ്റിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. കൊള്ളാം, കുഴപ്പമില്ല. അതിപ്പോൾ അത്യാവശ്യമായിട്ട് നമ്മളെപ്പോഴും ഫീഡ് ചെയ്യുന്നത് ബ്രസ്റ്റ് ഫീഡിങ് ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ ഡിജിറ്റൽ തെർമോമീറ്റർ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വളരെ അത്യാവശ്യമായിട്ട്, അതായത് നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറിയ ചൂട് തോന്നുമ്പോഴോ ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിലൊരു ബീപ്പ് സൗണ്ട് ഉണ്ട്. വളരെ റേറ്റ് കുറവാണ്. ഒരു ബീപ്പ് സൗണ്ടോടുകൂടി അത് ഓണാക്കും. പിന്നെ അതിൽ റേറ്റിംഗ് കാണിച്ചത് ഡിഗ്രി ഫാരൻഹീറ്റും ഡിഗ്രി സെൽഷ്യസ് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടും നോക്കാം. അത് ചേഞ്ച് ചെയ്തതിനനുസരിച്ച് യൂസ് ചെയ്യാം. അതായത് കൂടുതലായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് വാക്സിനൊക്കെ എടുത്തതിന് ശേഷം കുഞ്ഞിന് പനി വരുമല്ലോ. അപ്പോൾ പനി വരുന്ന സമയത്ത് ചൂട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഉപയോഗിക്കാൻ പറ്റും. ഡോക്ടേഴ്സ് പറയാറുണ്ട് ഇത്ര 100 ഡിഗ്രിയിൽ കൂടുതലാണെങ്കിൽ ഒന്ന് തുടച്ചെടുക്കണം. 6 മണിക്കൂർ ഇടവിട്ട് നമ്മൾ പാരസെറ്റമോൾ കൊടുത്തതിന് ശേഷം യൂസ് ചെയ്യില്ല, അതുപോലെ. അപ്പോൾ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഫീഡിംഗ് ബോട്ടിൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പറഞ്ഞ് ഈ ഡിജിറ്റൽ തെർമോമീറ്റർ വളരെ യൂസ്ഫുള്ളാണ്. പിന്നെ മൂന്നാമത്തേതാണ് ഈ നേസൽ ആസ്പിറേറ്റർ. ഇതിന് റേറ്റ് വളരെ കുറവാണ്. ഇത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ടിപ്പ് ഭാഗം വളരെ സോഫ്റ്റാണ്. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതായത് കുഞ്ഞുങ്ങൾക്ക് ജലദോഷമൊക്കെ വരുമ്പോൾ മൂക്കിന് എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ തോന്നുമ്പോൾ മൂക്കടഞ്ഞിരിക്കുകയാണെങ്കിൽ നാസൽ ഡ്രോപ്സ് ഉണ്ടല്ലോ, സലൈൻ ഡ്രോപ്സ് എന്തെങ്കിലും 2 തുള്ളി ഒഴിച്ചതിന് ശേഷം ഈ ടിപ്പ് ഉപയോഗിച്ചിട്ട് മൂക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് വളരെ സൂക്ഷിച്ച് മൂക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ആ ബേക്ക് കാണുന്ന ആ ഭാഗം വെച്ച് പ്രസ് ചെയ്താൽ മതി. അത് ഉള്ളിലേക്ക് വരും. അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതും ഒന്ന് ചൂടുവെള്ളത്തിൽ ഓരോ യൂസ് കഴിയുന്നതിനനുസരിച്ച് ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. മൂന്നാമതായിട്ടാണ് ഈ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഈ മാനുവൽ ഫീഡിംഗ് പമ്പ്. അതായത് ഈ ഭാഗം വെച്ചിട്ട് സക്ക് ചെയ്യാൻ പറ്റും. വലിയ പെയിൻലെസ്സാണ്. എനിക്ക് പെയിനായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇപ്പം കല്ലിച്ചിരിക്കുകയാണെങ്കിലും അത്യാവശ്യമായിട്ട്, അതായത് ഈ വർക്കിംഗ് മോംസിനൊക്കെ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അല്ലാത്തവർക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ കുഞ്ഞിന് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഒന്ന് പുറത്ത് പോകണമെങ്കിൽ ഈ പമ്പ് ഉപയോഗിച്ച് സക്ഷൻ ചെയ്തിട്ട് ബോട്ടിലിൽ ഒരു 4 അവർ വരെ എന്തായാലും മിൽക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ്. പിന്നെ ഇവന് കുഞ്ഞിന് ഇടയ്ക്ക് ജലദോഷവും ചുമയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഈ ഒരു മാസ്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ അവർ നെബുലൈസേഷൻ ചെയ്യുമല്ലോ, അപ്പോൾ ഇത് ആവശ്യമായിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊന്ന് കയ്യിൽ കരുതി വെച്ചിരിക്കണം. അടുത്തതാണ് ഒരു വെറ്റ് വൈപ്സ്. ഞാൻ യൂസ് ചെയ്തത് ബബിയോൻ്റെ വെറ്റ് വൈപ്സാണ്. ഇത് ഫ്രാഗ്രൻസ് ഉണ്ട്, ഫ്രാഗ്രൻസ് ലെസ് ആയിട്ടത്, മണമില്ലാത്ത ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള, ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്, മണമില്ലാത്ത ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള വെറ്റ് വൈപ്സ് യൂസ് ചെയ്യുന്നത് നല്ലത്. 99% വാട്ടർ വൈപ്സ് വളരെ നല്ലതായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ബണ്ടിൽ പോലെ വാങ്ങിക്കുകയാണെങ്കിൽ വളരെ റേറ്റ് കുറവാണ്. ഞാൻ 2 സെറ്റ് എന്തോ വാങ്ങിയതാണ്. 2 സെറ്റിന് 130 സംതിങ് രൂപയ്ക്ക് വാങ്ങിച്ചത്. അടുത്തതായിട്ട് വന്നാണ് മാമി പോക്കോ പാൻസ്. ഞാൻ ആദ്യം പാമ്പേഴ്സാണ് യൂസ് ചെയ്തത്. ന്യൂ ബോൺ ആയിരുന്നപ്പോൾ 1 മാസം വരെ ടേപ്ഡ് ഡയപ്പേഴ്സ് പാമ്പേഴ്സ് അത് കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് 3 മാസത്തിന് ശേഷം പാമ്പേഴ്സ് അല്ലാതെ പാൻറ്റ് ടൈപ്പ് യൂസ് ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ ഈ അരക്കെട്ട് ഭാഗത്ത് നല്ല ഡാർക്കായിട്ട്, അത് എലാസ്റ്റിക് ആയതുകൊണ്ട് നല്ല ഇറിവി ഇരുന്നതുകൊണ്ട് കറുപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് മാമി പോക്കോ പാൻസ് വാങ്ങിച്ചത്. ഇത് കുഴപ്പമില്ല, ഇലാസ്റ്റിക് ടൈപ്പാണ്, ലീക്കേജ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഒരു സോഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെയധികം യൂസ് ആയിട്ടുണ്ട്. നൈറ്റ് ടൈമിൽ ഞാൻ ഒരു ദിവസം
ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, അത് നൈറ്റിൽ. അല്ലാത്ത സമയത്തൊക്കെ കോട്ടൺ തുണിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നൈറ്റിൽ എനിക്ക് ഈ ഒരു ഡയപ്പർ എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. നല്ല സോഫ്റ്റാണ്, ഒരു പേപ്പർ ടൈപ്പാണ്. പിന്നെ ഇത് ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രത്യേകിച്ച് കെട്ടിക്കിടക്കത്തില്ല, അതായത് എല്ലാ സ്ഥലത്തേക്കും അതങ്ങനെ സ്പ്രെഡ് ചെയ്ത് പറഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്കിങ്ങനെ ബഡ്ജായിട്ട് വരുമ്പോൾ അതങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ ഞാൻ പാമ്പേഴ്സിൻ്റെ യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാമ്പേഴ്സ് നല്ലതാണ്. ഞാൻ ന്യൂ ബോൺ ആയിരിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ഡയപ്പറാണ് നല്ലതെന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയണം. ഞാൻ ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്.